ഹായ്. അപ്പോഴേ നമ്മളിന്നൊരു വെറൈറ്റി കോൾ സ്റ്റാർട്ടുകൾ പല എഞ്ചിനുകളുടെ കോൾ സ്റ്റാർട്ടുകൾ വേണ്ടതാണ്. അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണതിന് മുമ്പ് നമ്മൾ കുറേ എഞ്ചിനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെയ്ലൻഡ്, ബെൻസ്, ടാറ്റ, കുമിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ വണ്ടിയുടെ ഉള്ളിലല്ല എഞ്ചിൻ പുറത്ത് വണ്ടിയുടെ മുമ്പിൽ തന്നെ വേറെ സ്റ്റാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിക്ക് കയറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ 2-3 വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കിട്ടണമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് നമ്മളൊരു പല എഞ്ചിൻ്റെ ഗോൾഡ് സ്റ്റാർട്ടാണ്. അതായത് ടാറ്റ, ലെയ്ലൻഡ്, ഇവ കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് റീസ്റ്റോറേഷൻ്റെ വീഡിയോ ഇട്ട് തകർക്കായിരുന്നു. ഇപ്പോഴാണ് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയ കാരണേ വണ്ടി ഇപ്പോൾ അങ്ങനെ ആൾക്കാർ മെയിൻ പണിയൊന്നും വരുന്നില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ ടാറ്റയുടെ എഞ്ചിനാണ്. 16 ലോറിയുടെ എഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിങ്സും കാര്യങ്ങളൊക്കെ വീക്കായിട്ട് വണ്ടി ഭയങ്കര വലിയ കുറവായി. മനസ്സിൽ നമ്മളെ നിങ്ങൾ കണ്ടിട്ടോ, നമ്മൾ വർക്ക്ഷോപ്പിൽ വീഡിയോ തരുമ്പോൾ ഇങ്ങനെ സീക്രട്ടായി പോയിൻ്റെ വണ്ടി. അപ്പോൾ ആ വണ്ടിയുടെ എഞ്ചിൻ നമ്മൾ ഒരു 3 കൊല്ലം മുമ്പ് പണിതിട്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇഷ്യൂസ്. എല്ലാവരും ഓർമ്മേ ആ ബെൻസിൻ്റെ ലോഗോ വേണ്ട ശ്രദ്ധിച്ചാ, ഇത് ശരിക്കും ബെൻസിൻ്റെ എഞ്ചിനായിരുന്നു കേട്ടോ. 1210 ഡീലൊക്കെ ഈ കവർ ഈ ബെൻസിൻ്റെ ലോഗോ വെച്ചിട്ടായിരുന്നു വണ്ടികളും എഞ്ചിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞാൽ ഇത് നമ്മൾ കവർ കട്ട് ചെയ്തിട്ടുള്ള മുറിച്ചിട്ടുള്ള നോസിലിൻ്റെ ലീക്ക് നോക്കാനില്ല. നോസിൽ ഈ വാൽവാറിൻ്റെ ഉള്ളിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇൻലെറ്റിക്ക് ഡീസൽ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിച്ചിട്ട് ഒരു സെറ്റപ്പാണിത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1210 തർക്കിച്ച് കുറേ പേര് ബെൻസിൻ്റെ എഞ്ചിനല്ലാന്ന്. അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ. ഇതാണ് എക്സോസ്റ്റ് ഫുഡ് ടെയിൽ പൈപ്പിൽ പിടിപ്പിക്കുന്ന ഫ്ലാൻഡ്. ഈ ഭാഗമാണ് ടെയിൽ പൈപ്പിക്ക് പിടിപ്പിക്കുക. പിന്നെ ബോട്ടുകളൊക്കെ ഉണ്ട്, അതാണ് ഓയിൽ കൂളർ. പിന്നെ ഈ കറങ്ങണതാണ് ക്ലച്ചും ബ്രേക്കും കേട്ടോ. എങ്ങനെയുണ്ട് ടാറ്റ? രക്ഷയില്ലല്ലേ, പെട്ടെന്നുണ്ടാ. ഇനിയിപ്പോൾ നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് ഒരു ലെയ്ലൻഡ് BS3 എഞ്ചിനാട്ടാ. അത് നമ്മളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ബസ്സായിരുന്നു. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പറഞ്ഞാൽ മരിയ ബസ്സായിരുന്നു. അതിൻ്റെ എഞ്ചിനായിരുന്നു. അപ്പോൾ അത് വണ്ടി ആക്സിഡൻ്റായിപ്പോൾ ക്രാങ്ക് കേസ് ഫുള്ള് ഞളങ്ങി, അതിൻ്റെ ഓയിൽ സംഭവമൊക്കെ ഞളങ്ങി. ഓയിൽ സ്ട്രെയിനർ പോയിട്ട് ഓയിൽ പമ്പിങ് നടന്നില്ല. നടക്കാണ്ട് ക്രാങ്ക് തകിട് പൊടിയായി. ബാഗിനൊക്കെ തിരിഞ്ഞ് ക്രാങ്ക് ആകെ പോയി. ക്രാങ്ക് ഒടിയല്ലടാ ചെയ്ത, ക്രാങ്കിൻ്റെ സീറ്റിംഗ് ഒക്കെ പോയിട്ട് ഫുള്ള് അഴിച്ച് സെറ്റ് ചെയ്ത എഞ്ചിനാണ്. നമ്മളെ ഹിനോ 6 സിലിണ്ടർ 180 HP എഞ്ചിനാണ് അത്. അപ്പോൾ അതൊന്നും കാണും നിങ്ങൾ. ഒന്ന് കമന്റ് ചെയ്തോളൂ എന്തായാലും, ഏതിന്റെ സൗണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത നമ്മളെ ഹിനോ 4 സിലിണ്ടർ എഞ്ചിനാട്ടാ. അതും ലൈൻ ബസ്സിന് തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഒടിഞ്ഞു. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ഇടയാട്ടാ. ക്രാങ്ക് ഒടിഞ്ഞ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ആ വണ്ടിയുടെ. ക്രാങ്ക് നടു ഒടിഞ്ഞു, ഫുള്ളായിട്ട് ഒടിഞ്ഞു. അപ്പോൾ അത് ഫുള്ള് നമ്മൾ അയച്ച് സെറ്റ് ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്. അതൊന്ന് കണ്ടിട്ട് പോവാം. ഇതാണ് ക്രാങ്ക്. ഇത് ഒറ്റ പീസായിട്ട് വരാം. ഇതിൻ്റെ നടു ഒടിഞ്ഞിട്ടാണ് കംപ്ലൈൻ്റ് ആയിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്രാങ്ക് ഇത് സെറ്റ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒരു ബൂമറാങ് പോലെ എടുത്തത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയതാണ്.
ഇതാണ് ക്രാങ്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൈ കൊണ്ട് തിരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ തിരിയണം. അത്രയും ഫ്രീ വേണം ക്രാങ്ക് തിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്രാങ്ക് തിരിയണ ഹൗസിങ്ങാണ് ക്രാങ്ക് കേസ് എന്ന് പറയണത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് വണ്ടി നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് അത്. അതായത് കുമിൻസ് 24 വാൽവ് എഞ്ചിനാ, ടിപ്പറിന്റെ 25 വേണ്ടിയില്ലേ, അതിന്റെ കുമിൻസ് 24 വാൽവ് എഞ്ചിനാണ്. ആ എഞ്ചിനാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കേട്ടാ. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വാ. ഇതിന്റെ ഫാൻ വരുന്നത് വിസ്കസ് ക്ലച്ച് ഫാനാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് എയർ കംപ്രസർ, FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്, ഡീസൽ ഫിൽറ്റർ, ഇവ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നിങ്ങൾ കണ്ടത്. പിന്നെ ഇതാണ് ക്ലച്ച് അസംബ്ലി കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്താ. കാരണം വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗോൾഡ് സ്റ്റാർട്ടുകൾ. ഇത് നമ്മൾ വണ്ടി ഫുൾ പണിത്, എഞ്ചിൻ ഫുൾ പണിത് നമ്മൾ കയറ്റം പോണേക്ക് മുമ്പ് വണ്ടിയിൽ പുറത്തുള്ളതാണ്. അത് അങ്ങനെ കാണാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ എല്ലാ വണ്ടി ഒന്ന് ഷെയർ ചെയ്താ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഏത് എഞ്ചിനാണ് സ്റ്റാർട്ടായപ്പോൾ സൗണ്ട് ഏറ്റവും ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊക്കെ അതും ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.